ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഇന്ന് വരമഹാലക്ഷ്മി ദിനമാണ്. ഈ സുദിനം അറിയാതെ പോകരുത്. കാരണം ഇന്നേ ദിവസം ദേവിയെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കോടീശ്വര യോഗം വരെ വന്നു ചേരാനിടയുള്ളൊരു ദിവസമാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുമ്പുള്ള ആദ്യ വെള്ളിയാഴ്ച ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് വരമഹാലക്ഷ്മി ഉത്സവം. അത് 2025 ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ് ഈ വരമഹാലക്ഷ്മി ഈ പ്രാവശ്യം വരുന്നത്. മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ഈ ദിവസം ഭഗവതിയെ ധ്യാനിച്ച് ദേവി പ്രീതികരമായ ഏതു മന്ത്രവും സ്തുതിയും വിശേഷിച്ച് ലളിത സഹസ്രനാമം ചൊല്ലുന്നതും അഭീഷ്ടദായകമായ കാര്യമാണ്. ഈ ദിവസം ദേവീ ക്ഷേത്രം അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴുത് അവിടെ ലക്ഷ്മി പൂജ നടത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ അഭീഷ്ട സിദ്ധിയും സർവ്വ ഐശ്വര്യവും നമുക്ക് നേടിത്തരും. ദേവിക്ക് ഇഷ്ടമായ പൂക്കൾ സമർപ്പിച്ച് ദേവിയെ സ്തുതികരങ്ങളായ കീർത്തനങ്ങൾ നമ്മൾ ജപിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ദീപം തെളിയിച്ച് അത് നെയ്വിളക്ക് തെളിയിച്ച് ദേവിയുടെ രൂപത്തിന് മുന്നിൽ നമ്മൾ നെയ്വിളക്ക് തെളിയിച്ച് വെള്ള വസ്ത്രം ധരിച്ച് ദേവിക്ക് ഇഷ്ടമുള്ള പൂക്കൾ സമർപ്പിച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുക. ഓം ശ്രീം ശ്രീയേ നമഃ എന്ന മന്ത്രം ഒരു 108 തവണ ജപിക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യവും നമുക്ക് ജീവിതത്തിൽ ഒട്ടനീളം ദേവി നമുക്ക് നൽകും. അതുപോലെ തന്നെ സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരേ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതി എന്ന ഈ ഒരു സ്തുതി എങ്ങനെയാണെങ്കിലും കുറഞ്ഞതൊരു 9 പ്രാവശ്യമെങ്കിലും ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം സർവ്വ ഐശ്വര്യവും നമുക്ക് ഇന്നേ ദിവസം നേടിത്തരുന്നതായിരിക്കും. വരമഹാലക്ഷ്മി സുദിനം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ദിവസമാണ്. ദേവി ഏറ്റവും കൂടുതൽ നമ്മളിൽ ഇഷ്ടമുള്ള സ്തുതികൾ ജപിച്ചാൽ നമ്മളിൽ പ്രസാദിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ലക്ഷ്മി ദേവിയെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവതയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേവി സ്തുതിയെ ലളിത സഹസ്രനാമം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ഈ പറഞ്ഞ മന്ത്രവും സ്തുതിയും ചൊല്ലിയാൽ സർവ്വ ഐശ്വര്യവും നമുക്ക് ജീവിതത്തിൽ ലഭിക്കും തീർച്ച. ആദ്യമായിട്ടാണ് എന്തെങ്കിലും അഥവാ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.